വൈദ്യുതി ഇന്നത്തെ ലോകത്ത് ജീവിക്കുന്ന ഓരോരുത്തർക്കും അനിവാര്യമായ ഒരു അടിസ്ഥാന സൗകര്യമാണ്. വീടുകളിൽ നിന്നും ആശുപത്രികളിലും ചെറുകിട വ്യവസായങ്ങളിൽ നിന്നും രാജ്യത്തിന്റെ വൻതോതിലുള്ള ഉൽപാദന മേഖലയിലും വരെ വൈദ്യുതി ഇല്ലാതെ ഒരു ദിവസം പോലും പ്രവർത്തനം തുടരാൻ കഴിയില്ല. എന്നാൽ വൈദ്യുതി വിതരണ സംവിധാനത്തിന്റെ സാമ്പത്തികാരോഗ്യം നിലനിർത്താൻ ചിലപ്പോഴെങ്കിലും സർക്കാരും നിയന്ത്രണ അധികാരികളും കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരാറുണ്ട്. 2025 സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഒരു ഉത്തരവാണ് ഇപ്പോൾ രാജ്യവ്യാപകമായി ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നത്. ഈ ഉത്തരവ് പ്രകാരം രാജ്യത്തെ വൈദ്യുതി വിതരണ കമ്പനികൾ നേരിട്ട മുൻകാല നഷ്ടമായ 1.6 ലക്ഷം കോടി രൂപ 2.5 വർഷത്തിനകം ഉപഭോക്താക്കളിൽ നിന്ന് പിരിച്ചെടുക്കണമെന്നാണ് നിർദ്ദേശം. സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനുകൾക്ക് നേരിട്ടുള്ള നിർദ്ദേശമായതിനാൽ എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇതിന്റെ ബാധ്യത ഏറ്റെടുക്കേണ്ടി വരും. ഈ തീരുമാനം വൈദ്യുതി മേഖലയുടെ സാമ്പത്തിക ആരോഗ്യത്തിനായി എടുത്ത ശക്തമായ നീക്കമാണെങ്കിലും ഉപഭോക്താക്കളുടെ മാസാവസാന ബില്ലിൽ വൻതോതിൽ വർധനവുണ്ടാകുമെന്ന് ഉറപ്പാണ്. ഈ കേസിന്റെ തുടക്കകഥ ഡൽഹിയിലാണ്. അവിടെയുള്ള സ്വകാര്യ വൈദ്യുതി വിതരണ സ്ഥാപനങ്ങളായ റിലയൻസിന്റെ BSESും ടാറ്റ പവറും ചേർന്നാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇവരുടെ ആരോപണമനുസരിച്ച് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനുകൾ റെഗുലേറ്ററി അസറ്റായി പ്രഖ്യാപിച്ച നഷ്ടങ്ങൾ സമയബന്ധിതമായി പിരിച്ചെടുക്കാതിരുന്നതാണ് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയത്. റെഗുലേറ്ററി അസറ്റ് എന്നത് വൈദ്യുതി വിതരണ കമ്പനികൾക്കുണ്ടായ നഷ്ടം ഉടൻ ഉപഭോക്താക്കളുടെ നിരക്കിൽ കൂട്ടാതെ ഭാവിയിൽ ഘട്ടം ഘട്ടമായി ഈടാക്കാനുള്ള രീതിയാണ്. നിയമപരമായി ഇത്തരത്തിലുള്ള നഷ്ടം പ്രഖ്യാപിച്ചാൽ അത് പരമാവധി 3 വർഷത്തിനകം തീർപ്പാക്കണം. എന്നാൽ പല സംസ്ഥാനങ്ങളിലും നഷ്ടം വർഷങ്ങളോളം തീർപ്പാക്കാതെ പോയതോടെ അത് കുമിഞ്ഞുകൂടി വൻതോതിലെത്തി. 2024 ഏപ്രിൽ 1 കണക്കുകൾ പ്രകാരം രാജ്യത്തെ മൊത്തം റെഗുലേറ്ററി അസറ്റ് നഷ്ടം 1.6 ലക്ഷം കോടി രൂപയായി. ഇതോടെ സുപ്രീം കോടതി ഇടപെട്ട് ഈ നഷ്ടം നിശ്ചിത സമയപരിധിയിൽ തീർപ്പാക്കണമെന്ന ഉത്തരവ് പുറപ്പെടുവിച്ചു. സുപ്രീം കോടതി വിധിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് നിലവിലുള്ള റെഗുലേറ്ററി അസറ്റ് നഷ്ടം പരമാവധി 4 വർഷത്തിനകം തീർപ്പാക്കണമെന്നും ഇനി ഉണ്ടാകുന്ന നഷ്ടങ്ങൾ പരമാവധി 3 വർഷത്തിനകം തീർക്കണമെന്നുമാണ്. കൂടാതെ വൈദ്യുതി അപ്ലൈഡ് അതോറിറ്റി വിധിയുടെ നടപ്പാക്കൽ മേൽനോട്ടം വഹിക്കണമെന്നും കോടതി വ്യക്തമാക്കി. ജനങ്ങൾക്ക് ഒരുമിച്ച് വൻ നിരക്ക് വർധന ഏൽക്കാതിരിക്കാൻ കുടിശ്ശികയിലെ ഒരു ഭാഗം ഉടൻ ഈടാക്കുകയും ശേഷിച്ച ഭാഗം ഘട്ടം ഘട്ടമായി പിരിച്ചെടുക്കണമെന്നും കോടതി ശുപാർശ ചെയ്തു. കേരളത്തിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന് 2011 മുതൽ 2017 വരെയുള്ള കാലയളവിൽ റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള എന്നാൽ ഇപ്പോഴും ഈടാക്കാത്ത നഷ്ടം 6600 കോടി രൂപയാണ്. സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം ഈ തുക 2.5 വർഷത്തിനകം ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കേണ്ടി വരും. അതിനായി യൂണിറ്റിന് 90 പൈസയുടെ നിരക്ക് വർധന അനിവാര്യമായിരിക്കും. ഇത് സാധാരണ ഉപഭോക്താക്കളുടെ മാസാവസാന വൈദ്യുതി ബില്ലിൽ ഗണ്യമായ വർധനവ് വരുത്തും. ചെറുകിട വീടുകളിൽ നിന്നും വ്യവസായ സ്ഥാപനങ്ങളിൽ വരെയുമുള്ള എല്ലാവർക്കും ഈ ഭാരം ബാധകമാകും. ഈ നഷ്ടം നേരിട്ട് ജനങ്ങളിൽ നിന്ന് ഈടാക്കണമോ അതോ സർക്കാർ സബ്സിഡി നൽകി വൈദ്യുതി നിരക്ക് നിയന്ത്രിക്കണമോ എന്നത് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനമാണ്. സബ്സിഡി നൽകുകയാണെങ്കിൽ സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യത വർദ്ധിക്കും. നിലവിൽ തന്നെ കേരള സർക്കാരിന് വൈദ്യുതി സബ്സിഡി വലിയ ഭാരമാണ്. കഴിഞ്ഞ വർഷം യൂണിറ്റിന് 16 പൈസയും ഇത്തവണ 12 പൈസയും നിരക്ക് കൂട്ടിയിട്ടുണ്ട്. എന്നാൽ സുപ്രീം കോടതി നിർദ്ദേശിച്ച 90 പൈസയുടെ വർധന മുമ്പ് ഉണ്ടായിട്ടില്ലാത്ത തോതിലാണ്. അതിനാൽ സർക്കാരിന് ഇത് സംബന്ധിച്ച് ഗൗരവമായ ധനകാര്യ വിലയിരുത്തൽ നടത്തേണ്ടി വരും. വൈദ്യുതി നിരക്കിലെ ഈ വർധന സാധാരണ ജനങ്ങൾക്ക് മാത്രമല്ല ചെറുകിട വ്യാപാരികൾക്കും ഇടത്തരം വ്യവസായങ്ങൾക്കും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. ഉൽപാദന ചെലവുകൾ ഉയരുന്നതിനാൽ വിപണിയിൽ വിലകൾ കൂടി സാധാരണ ഉപഭോക്താക്കളുടെ ജീവിത ചെലവ് ഉയരാൻ സാധ്യതയുണ്ട്. കൂടാതെ ജനങ്ങളുടെ അസന്തോഷവും പ്രതിഷേധവും സർക്കാരിനുള്ള സമ്മർദ്ദവും വർദ്ധിപ്പിക്കാം. ഇതിനെ നേരിടാൻ സർക്കാർ ഭാഗിക സബ്സിഡി നിരക്കിന്റെ ഘട്ടം ഘട്ടമായ വർധന അല്ലെങ്കിൽ ചില വിഭാഗങ്ങൾക്ക് പ്രത്യേക ഇളവുകൾ എന്നിവ പരിഗണിക്കേണ്ടി വരും. ദീർഘകാലത്ത് സുപ്രീം കോടതിയുടെ വിധി വൈദ്യുതി വിതരണ മേഖലയുടെ സാമ്പത്തികാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായകരമാകും. റെഗുലേറ്ററി അസറ്റ് നഷ്ടം സമയബന്ധിതമായി തീർപ്പാക്കുന്ന രീതിയിലേക്ക് സംസ്ഥാനങ്ങൾ കടക്കുന്നതോടെ ഭാവിയിൽ ഇത്തരം വൻതോതിലുള്ള കുടിശ്ശികകൾ ഉണ്ടാകുന്നത് തടയാൻ കഴിയും. എന്നാൽ ഉടൻ ഉണ്ടാകുന്ന സാമ്പത്തികാഘാതം നിയന്ത്രിക്കാൻ സർക്കാരിന്റെ ഇടപെടൽ അനിവാര്യമാണ്. ഉപഭോക്താക്കളുടെ സഹനശേഷി, വ്യവസായങ്ങളുടെ മത്സരശേഷി, സർക്കാരിന്റെ ധനകാര്യസ്ഥിതി എല്ലാം കൂടി ഇവിടെ നിർണായക ഘടകങ്ങളായിരിക്കും. സുപ്രീം കോടതിയുടെ ഈ വിധി വൈദ്യുതി വിതരണ മേഖലയിലെ സാമ്പത്തിക നിയന്ത്രണവും സുതാര്യതയും ഉറപ്പാക്കാനുള്ള ശക്തമായ നീക്കമാണ്. എന്നാൽ അതിന്റെ നടപ്പാക്കൽ ഉപഭോക്താക്കളിൽ വൻ സാമ്പത്തിക ഭാരമുണ്ടാക്കും. കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് 6600 കോടി രൂപയുടെ നഷ്ടം 2.5 വർഷത്തിനകം പിരിച്ചെടുക്കുക വലിയ വെല്ലുവിളിയായിരിക്കും. സർക്കാരിന്റെ സമീപനം അത് സബ്സിഡിയിലൂടെ ആയാലും ഘട്ടം ഘട്ടമായ നിരക്ക് വർധനയിലൂടെ ആയാലും ജനങ്ങൾക്കുണ്ടാകുന്ന ഭാരത്തിന്റെ തോത് നിർണ്ണയിക്കും. ഭാവിയിൽ ഇത്തരം പ്രതിസന്ധികൾ ആവർത്തിക്കാതിരിക്കാൻ വൈദ്യുതി വിതരണ രംഗത്ത് കൂടുതൽ കാര്യക്ഷമമായ മാനേജ്മെന്റും നഷ്ടനിയന്ത്രണ സംവിധാനങ്ങളും സമയബന്ധിത നിരക്ക് പരിഷ്കാരങ്ങളും അനിവാര്യമാണ്. ഇതിലൂടെ മാത്രമേ വൈദ്യുതി മേഖലയുടെയും ഉപഭോക്താക്കളുടെയും സാമ്പത്തിക സുരക്ഷ ഒരുമിച്ച് ഉറപ്പാക്കാൻ കഴിയുകയുള്ളൂ.